പ്രിയപ്പെട്ട പ്രേക്ഷകൻ ബഷീർ പറയുന്നത് നിങ്ങൾക്ക് വല്ലാത്ത സങ്കടമാണല്ലോ. ഒരു കാര്യം വ്യക്തമായി, ഉറങ്ങിക്കിടന്ന പാർട്ടിയെ ഉണർത്താൻ കഴിഞ്ഞു ഇതുകൊണ്ട് എന്നാണ്. ഇങ്ങനെയാണോ ബഷീറെ നിങ്ങളുടെ പാർട്ടി ഉണരുന്നത്? ഇഷ്ടിക കഷ്ണത്തിന് ടാക്സി കാറിന്റെ ചില്ല് തല്ലിപ്പൊട്ടിച്ചും അതിലിരിക്കുന്ന ഡ്രൈവറുടെ കണ്ണിന് പരിക്കേൽപ്പിച്ചും ഒക്കെയാണോ? ഒപ്പം റോഡിൽ പതിയിരുന്ന് മൊട്ട ഇടി ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ എറിഞ്ഞ് ഗറില്ലാക്രമണം നടത്തിയൊക്കെയാണോ ഉണരുന്നത്? ഉറങ്ങുന്ന പാർട്ടിയെ ഉണർത്തിയെന്ന് പോലും ഉറങ്ങിയതല്ല, ജനങ്ങള് കിടത്തി ഉറക്കിയതാ. എന്നേക്കുമായിട്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനം ഈ കൃമികീടങ്ങളെ കിടത്തി ഉറക്കിയതാണ് അല്ലേ? എന്നിട്ട് ഉണർന്നെന്നാണ് പറയുന്നത്. കൊള്ളാം. ഉണർന്നപ്പോ വല്ലാത്ത പരവേശം. എന്താ പരവേശത്തിന് കാരണം? പരവേശത്തിന് കാരണം മറ്റൊന്നുമല്ല, തീട്ടം നക്കാൻ ഇപ്പൊ കിട്ടുന്നില്ല. മറ്റേത് രാവിലെ ക്ലിഫ് ഹൗസിൽ പോയി ക്യൂ നിന്നാൽ മതിയായിരുന്നു, ഇപ്പൊ അത് കിട്ടാതെയായി. അപ്പോ പരവേശമാണ് ആകപ്പാടെ. എന്താണെങ്കിലും ഇവറ്റകളുടെ ഉണർലിൽ ജനങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാവപ്പെട്ട ഒരു ടാക്സിക്കാരൻ, ആ ടാക്സിക്കാരൻ്റെ കാറിൻ്റെ ചില്ലടിച്ച് തകർക്കുക. ആരോടാ പ്രതിഷേധം? ഇഡിയോട്. എന്നിട്ട് തകർക്കുന്നതോ ടാക്സിക്കാരൻ്റെ ചില്ല്. പരിക്ക് പറ്റുന്നതോ അതിൻ്റെ ഡ്രൈവർക്ക്. ചീമുട്ടയേറിയാണ്. ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, സന്തോഷം സിനിമ, സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ ഉണ്ടല്ലോ, സന്ദേശം. ആ സിനിമ ഇറങ്ങിയത് എപ്പോഴാ? ഏതാ കൊല്ലം? ആർക്കെങ്കിലും അറിയോ? ആ സിനിമ ഇറങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ആ സിനിമ ഇറങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇതുവരെ ആ കാലത്തിൽ നിന്ന് വണ്ടി ഇവറ്റകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1991 ഇറങ്ങിയ പടാണ് സന്ദേശം. 1991 35 വർഷമായി ആ സിനിമ ഇറങ്ങിയിട്ട്. ഇപ്പോഴും ആ സിനിമയിലെ സഖാവ് കോട്ടപ്പള്ളി അല്ലേ, സഖാവ് ഉത്തമൻ, അവരുടെയൊക്കെ രീതികളും അവർക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അത് തന്നെയാണ് ഇവറ്റുകളുടെ സമീപനങ്ങളും ഇറ്റങ്ങളുടെ പോരാട്ടവും ഇറ്റങ്ങളുടെ സമരവും പ്രതിഷേധങ്ങളും ഒക്കെ അതേ രീതിയിലാണ്. 31 വർഷം പിന്നിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉറങ്ങിക്കിടക്കുന്ന പാർട്ടിയാണ് പോലും ഉണർത്തിയത്രേ. അതിന് നന്ദിയുണ്ട് പോലും. ഉണരാനോ? ആര് ഉണരാൻ? ഈ സഖാക്കളോ? നെവർ എവർ. സഖാക്കളെ, നിങ്ങൾക്ക് 31 വർഷം പിന്നില. നിങ്ങൾ 31 അല്ല, അതിൽ കൂടുതൽ വർഷങ്ങൾ പിന്നില, പതിറ്റാണ്ടുകൾ പിന്നില. നിങ്ങൾക്ക് ഉണർന്നെന്ന് തോന്നിയാലും കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സഖാക്കൾ ഉണർന്നു എന്ന് തോന്നുന്നില്ല. കാരണം എന്താ അറിയോ? നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെയാ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാണോ നിങ്ങളുടെ സമരം? ഇങ്ങനെയാണോ സമരം? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് രാജ്യത്തെ കോടതികളിൽ വിശ്വാസമില്ലേ? നിങ്ങൾ ഒരു അന്വേഷണത്തിന് ഇത്രമാത്രം ഭയപ്പെടാൻ എന്താണ് കാരണം? കാരണം അന്വേഷണം നിങ്ങളുടെ രാജാവിൻ്റെ അടിവേരറുക്കും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഭയം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഇ ഡി അന്വേഷണം ഉണ്ടായിട്ടുണ്ട്? എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ കേരളത്തിലെ ഖജനാവിലെ പൊതുപണം എടുത്തിട്ട് അന്വേഷണം ഇ ഡിക്ക് കൈമാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡിയെ കൊണ്ടുവന്ന് ഇ ഡിയെ വിളിച്ചു വരുത്തി അന്വേഷിപ്പിച്ച ഒരു കേസുണ്ട്, KM ഷാജിക്കെതിരെയുള്ള ഒരു കേസ്. ആ കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കേസിൽ ഷാജിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പണം ഈ പറയുന്ന ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? കൊണ്ടുപോയിട്ടില്ലേ? ആ പണം ഇപ്പോൾ എവിടെയാ? ആ പണം ഷാജിയുടെ കയ്യിലുണ്ട്. അതെങ്ങനെയാണ് ഷാജിക്ക് തിരിച്ചു കിട്ടിയേ? ഷാജി സമരം ചെയ്തിട്ടാണോ? ഷാജി കാറിൻ്റെ ചില്ല് ഇഷ്ടിക കഷ്ണം കൊണ്ട് ഇടിച്ച് തകർത്തിട്ടാണോ? ഷാജി ചീമുട്ട എറിഞ്ഞിട്ടാണോ? ഷാജി കത്തിയും കൊടുവാളും കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണോ? ഒന്നുമല്ല. ഷാജി രാജ്യത്തെ കോടതികളിൽ പോയിട്ട് ആ കോടതികളിൽ കേസ് നടത്തിയിട്ട്
കോടതിയിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് തൻ്റെ പണം, തട്ടിയെടുത്ത പണം എണ്ണിത്തിട്ടപ്പെടുത്തി വാങ്ങിക്കൊണ്ടുവന്ന വ്യക്തിയാണ് KM ഷാജി എന്ന് പറയുന്നത്, അല്ലേ? എണ്ണിത്തിട്ടപ്പെടുത്തി വാങ്ങിക്കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഷാജിക്കെതിരെ എടുത്ത കേസ് പോലും അവസാനിക്കുകയാണ് ഉണ്ടായിരുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിണറായി വിജയൻ എന്താ ഇത്ര വലിയ ഭയം? എന്താണ് ഭയം? മറ്റൊന്നുമല്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ റിപ്പോർട്ട് ഇന്നലെ വന്നത്, 242 അക്കൗണ്ടുകൾ, മകളുടെ പേരിൽ ഉണ്ടായിരുന്ന 242 അക്കൗണ്ടുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഫ്രീസ് ചെയ്തിരിക്കുന്നത്, മരവിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചെത്തുകാരൻ കോരയുടെ മകൻ പിണറായി വിജയൻ്റെ മകൾ തൈക്കണ്ടി വീണയ്ക്ക് 242 അക്കൗണ്ട് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിക്കണമല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് വിഷയം മാറുന്നതല്ല. അപ്പോൾ പറയുന്നത് എന്താ? ഉറങ്ങിക്കിടന്ന പാർട്ടിയെ എഴുന്നേൽപ്പിച്ചു, വിളിച്ചെഴുന്നേൽപ്പിച്ചു, ഉണർത്തി എന്നൊക്കെയാണ് പറയുന്നത്. സഖാക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് എന്തിനാണ് ഈ പറയുന്ന CMRൽ തൈക്കണ്ടി വീണയ്ക്ക് 1,73,00,000 രൂപ മാസപ്പടിയായിട്ട് വീണയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തത്? എന്തിനാണ്? അതിനൊരു റീസൺ പറഞ്ഞാൽ മതി. രണ്ടാമത്തെ കാര്യം, സഖാവ് പിണറായി വിജയൻ്റെ മകൾ തൈക്കണ്ടി വീണയ്ക്ക് എവിടെ നിന്ന് വന്നു 242 അക്കൗണ്ട്? ഈ രണ്ട് കാര്യങ്ങൾക്ക് സഖാക്കളെ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയണ്ട. നിങ്ങളുടെ മനസാക്ഷിക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന, സംതൃപ്തി നൽകുന്ന ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ സഖാക്കളെ? നിങ്ങൾ ഉണരൂല, നിങ്ങളാരും ഉണർത്തുകയുമില്ല. കാരണം എന്താ? നിങ്ങളുടെ ആവശ്യം ഈ സമൂഹത്തിനില്ല. ഈ പറയുന്ന കൃമികീടങ്ങളുടെ ആവശ്യം ഈ സമൂഹത്തിനില്ല. ഈ സമൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട എല്ലാ കാര്യങ്ങൾക്കും ഉള്ള മറുപടി സമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. സമൂഹം എല്ലാത്തിനെയും കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലവും അങ്ങനെ ഈ 2026 തെരഞ്ഞെടുപ്പ് കാലവും അങ്ങനെ ഒരു ജനം കൃത്യമായിട്ട് വിലയിരുത്തിയ ഒരു കാലമായിരുന്നു. ജനം ഒന്നും വിളിച്ചു പറഞ്ഞില്ല, അവര് ആരോടും അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും അവർക്കുണ്ടായിരുന്നു. അവരൊന്നും വിളിച്ചു പറഞ്ഞില്ല. അവർ ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മിണ്ടാതെ കൈയും കെട്ടി നിൽക്കും, നിനക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ. അതുപോലെ ജനം ഒരു എന്താ പറയേണ്ടത്, ഒരു ശബ്ദ മലിനീകരണമോ ഒരു ലൗഡ് സ്പീക്കർ ആവാനോ ജനം നിന്നില്ല. അവർ വലിയ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ അവരുടെ മനസ്സുകളിലോ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ആ തീരുമാനമാണ് പിണറായി വിജയനെ അടിച്ച് താഴെ ഇറക്കുക എന്ന് പറയുന്നത്. അത് ജനം കാണിച്ചു തന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഇപ്പം സഖാക്കൾ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ അതും കേരളത്തിൻ്റെ പൊതുസമൂഹം കാണുന്നുണ്ട്. പിണറായി വിജയൻ്റെ മുട്ടിടിക്കുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം കാണുന്നുണ്ട്. ജനം അവരുടെ മനസ്സിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ വിജയ ഇത്ര ഭയം? എന്തിനാ വിജയ ഇത്ര ഭയമെന്ന് ജനം ചോദിക്കുന്നുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ടല്ലേ, പല ആളുകളും ഉച്ചത്തിൽ പറഞ്ഞ കുറേ ആളുകൾ എന്താ പറഞ്ഞത്? പിണറായി വിജയൻ മൂന്നാമതും വരും. അതല്ലേ നമ്മൾ ഏറ്റവും അധികം കേട്ടത്. എന്നിട്ട് എന്തേ പിണറായി വിജയൻ മൂന്നാമതും വരാത്തത്? അപ്പോൾ ഇന്ന് പിണറായി വിജയൻ അനുകൂലമായി കേൾക്കുന്ന ശബ്ദങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ മൂന്നാമതും വരുമെന്ന് നമ്മൾ കേട്ടതുപോലെയുള്ള ശബ്ദങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കേൾക്കാത്ത ഒരു ശബ്ദം നമ്മൾ ഇപ്പോഴും കേരളത്തിലുണ്ട്, കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. അതെന്താണെന്നറിയോ? അതാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. എന്തിനാണ് തൈക്കണ്ടി വീണയ്ക്ക് 242 അക്കൗണ്ട്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്ത് സർവീസാണ് തൈക്കണ്ടി വീണ CMRL പ്രൊവൈഡ് ചെയ്തത്? ആ സർവീസ് എന്താണ്? കാരണം പറഞ്ഞാൽ മതിയോ? ഒരൊറ്റ കാരണം. അതെന്താ പറയാത്തത്? പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്കറിയോ? ഈ ഇന്നലെ ED നടത്തിയ അന്വേഷണത്തിൽ പിണറായി വിജയനില്ല, മുഹമ്മദ് റിയാസ് ഇല്ല, ഉള്ളത് തൈക്കണ്ടി വീണ മാത്ര. തൈക്കണ്ടി വീണ എവിടെയൊക്കെ ഉണ്ട്? പിണറായി വിജയൻ്റെ വീട്ടിലുണ്ട്. തൈക്കണ്ടി വീണ എവിടെയുണ്ട്? തൈക്കണ്ടി വീണ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലുണ്ട്. തൈക്കണ്ടി വീണ വേറെ എവിടെയുണ്ട്?
ബാംഗ്ലൂരിലെ തൈക്കണ്ടി വീണയുടെ ഓഫീസിലുണ്ട്. തൈക്കണ്ടി വീണ വേറെ എവിടെയുണ്ട്? തൈക്കണ്ടി വീണക്ക് പിന്നെ പണം നൽകിയ CMRLന്റെ ആളുകളുണ്ട്. പിണറായി വിജയന്റെ വീട് എവിടെയൊക്കെയുണ്ട്? കണ്ണൂരിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. മനസ്സിലായില്ലേ? ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ സംസാരിക്കുന്നത് വരെ ചിത്രത്തിൽ പിണറായിയും ഇല്ല, മുഹമ്മദ് റിയാസും ഇല്ല. അന്വേഷണം തൈക്കണ്ടി വീണക്കെതിരെയാണ്. അതിനെ എന്തിനാണ് പിണറായി വിജയൻ ഇത്രമാത്രം ഭയപ്പെടുന്നത്? അത് പിണറായി വിജയൻ അറിയാത്ത കാര്യമില്ല. അന്വേഷണം തൈക്കണ്ടി വീണക്കെതിരെയാണെന്ന് പിണറായി വിജയൻ അറിയാം. പക്ഷേ പിണറായി വിജയൻ അത് പറയില്ല. കാരണം എന്താ? മകൾ കുരുങ്ങാൻ പോവുകയാണ് എന്നുള്ള ബോധ്യം വിജയനുണ്ട്. അതിനെ തടയിടണമെങ്കിൽ ഇത് പാർട്ടിക്കെതിരെയുള്ള ഒരു അന്വേഷണമാക്കി ഇതിനെ ചിത്രീകരിക്കണം. പാർട്ടി അണികളെ ഇളക്കി വിടണം, അവരെ അക്രമാസക്തരാക്കണം, അവരെ അക്രമം അയച്ചു വിടണം, അവര് പൊതുമുതൽ നശിപ്പിക്കണം. ഇതൊക്കെയാണ് വിജയന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ സഖാക്കളെ? നിങ്ങളൊരു കാര്യം ഓർത്തോ, ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങൾ ഇതിനെയാണ് രാഷ്ട്രീയ പ്രവർത്തനമായി കാണുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ടാക്സിക്കാരൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കുക, ചീമുട്ട എറിയുക, ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനമെങ്കിൽ സഖാക്കളെ, നിങ്ങൾ ഇപ്പോഴും ഉറക്കത്തിലാണ്. നിങ്ങൾ ഉണർന്നിട്ടില്ല. കാരണം ജനങ്ങൾ എല്ലാത്തിനെയും കൃത്യമായി വിലയിരുത്തുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഇപ്പോഴും ഇന്നലെ ജോൺ ബ്രിട്ടാസ് സംസാരിക്കുമ്പോഴും അബദ്ധത്തിലാണെങ്കിലും ജോൺ ബ്രിട്ടാസിൻ്റെ വായിൽ നിന്നും വരുന്നത് കണ്ടു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള അഭിസംബോധന. അത് എന്തുകൊണ്ടാ? മുഖ്യമന്ത്രി മാറി, പിണറായി വിജയനല്ല മുഖ്യമന്ത്രി എന്ന് ജോൺ ബ്രിട്ടാസിന് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവരങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാ. അതിപ്പോഴും മാറ്റാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. അത് കേരളത്തിൻ്റെ യഥാർത്ഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണോ? അല്ല, അത് ഇവരുടെ ഉള്ളിൽ അങ്ങനെയാണ്. അത് അബദ്ധത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ആദ്യമായിട്ട് കണ്ണൂരിലെത്തിയപ്പോൾ അവിടെ ഒരു മുദ്രാവാക്യം വിളി കിട്ടു, അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ, കേരള മുഖ്യൻ അഭിവാദ്യങ്ങൾ. എന്നിട്ട് വിളിച്ചു കൊടുക്കുന്നവർ തന്നെ തെറ്റിപ്പോയി, അല്ല പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ. ഇതും നമ്മൾ കണ്ടു. അപ്പം എന്താ കാര്യം? ഇവറ്റുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് സഖാക്കളെ, നിങ്ങൾക്ക് ഇപ്പോഴും കേരളത്തെ ബോധ്യമായിട്ടില്ല. കേരളത്തിലെ ജനങ്ങളെയും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങളിപ്പോഴും ഒരു ഹാങ് ഓവറില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച ഒരു ഹാങ് ഓവറിൽ. ആ ഭരണം എന്ന് പറഞ്ഞത് നിങ്ങൾ രാജാവും അടിമകളും തമ്മിലുള്ള ഒരു കളിയായിരുന്നു, ഒരു സാറ്റ് കളി. രാജാവും അടിമകളും തമ്മിലുള്ള ഒരു സാറ്റ് കളിയായിരുന്നു നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ഒരു ഭരണമായിരുന്നില്ല. പിണറായി വിജയന് ചുറ്റും കുറേ കുഴലൂത്തുകാരുണ്ടായി, സ്തുതിപാഠകരുണ്ടായി, പാട്ടെഴുത്തുകാരുണ്ടായി, തിരുവാതിര കളിക്കാരുണ്ടായി എന്നൊക്കെയല്ലാതെ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളുടെ ചിന്താഗതിയെ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത്. എന്താണെങ്കിലും നിങ്ങൾ ഉണർന്നു എന്നാണ് സഖാക്കൾ കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ, അങ്ങനെ തന്നെ കരുതിക്കോ. നിങ്ങൾ മാറി ചിന്തിക്കരുത്. നിങ്ങൾ ഉണർന്നിട്ടില്ല, ഇതല്ല ഉണരൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഉണർന്നിട്ടില്ല, ഇപ്പോഴും ഉറക്കമാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഇപ്പോഴും ഉണർന്നു എന്ന് തന്നെ നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുക. നിങ്ങളെ ഉണർത്തിയത് ഈ പറയുന്ന UDF-കാരനോ കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ ആരാണെങ്കിലും അങ്ങനെ വിശ്വസിച്ചോ നിങ്ങൾ. അത് നിങ്ങളുടെ ശവക്കുഴി നിങ്ങൾ തന്നെ തോണ്ടുന്ന ഏർപ്പാടായിരിക്കും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.